സത്രം വ്യൂ പോയിന്റിലേക്കുള്ള യാത്രയാണ്. കുട്ടിക്കാനം കുമളി യാത്രയിൽ ഇത്രയും മനോഹരമായ ഒരു ബൈക്ക് റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു റൂട്ട് വേറെ സംശയമാണ് കേട്ടോ. ഈ റൂട്ടിലാണ് മനോഹരമായ ഹാർട്ട് ഷേപ്പ് കുളമുള്ളത്. നമുക്ക് ദൂരെ നോക്കുമ്പോൾ കൃത്യമായി ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള ഒരു കുളം. ആ തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് എന്തൊരു ഭംഗിയാണെന്നറിയാമോ. ദൂരെ നമ്മൾ കാണുന്ന ഈ കാഴ്ച തേയിലയ്ക്ക് മരുന്നടിക്കുന്നതാണ് കേട്ടോ. നമുക്ക് എത്രത്തോളം വിശ്വസിച്ച് കഴിക്കാമെന്നുള്ളതാണ് സംശയം. തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെ നമ്മൾ റൈഡ് ചെയ്തെത്തുന്ന ആ ഹാർട്ട് ഷേപ്പ് കുളത്തിൻ്റെ താഴെയുള്ളൊരു വ്യൂ പോയിൻ്റാണ്. അവിടെ നിന്ന് വീണ്ടും തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെ കാഴ്ചയും കണ്ട് സത്രം വ്യൂ പോയിന്റിലേക്കുള്ള യാത്ര. ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ അല്പം ഓഫ് റോഡാണ്. എന്നാൽ അല്പം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കയറി പോകാവുന്നതേ ഉള്ളൂ. ആ കയറ്റം കയറി നമ്മൾ ചെല്ലുന്നത് സത്രം വ്യൂ പോയിന്റിലേക്കാണ്. ക്യാമറ എങ്ങോട്ട് തിരിച്ചാലും ഗംഭീരമായ ഫ്രെയിമുകൾ മാത്രമുള്ളൊരു സ്ഥലം. അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ അറിയാതെ വേറൊരു ലോകത്ത് ചെന്നൊരു പ്രതീതിയാണ് നമുക്ക് കിട്ടുന്നത്. ജീപ്പിലും നിറയെ സഞ്ചാരികൾ അവിടേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. NCCയുടെ പരിശീലന പറക്കൽ നടക്കുന്ന എയർ സ്ട്രിപ്പാണ് ഈ കാണുന്നത്. ഇനി അടുത്ത മാർച്ചിലാണ് അവരിവിടെ പരിശീലനം നടത്താൻ വരുന്നതെന്നാണ് ഇവിടെ കട നടത്തുന്ന ചേട്ടൻ പറഞ്ഞത്. അവിടെ നമുക്ക് അത്യാവശ്യം ബജിയും ചായയും കട്ടനും ഒക്കെ കിട്ടുന്നൊരു കടയുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ കട്ടനും കുടിച്ചു, ഓരോ ബ്രെഡ് ഓംലേറ്റും കഴിച്ചു. തൽക്കാല ഒരു വിശപ്പിന് ആശ്വാസം. സായിയും സേതുവും ഈ സൂം ചെയ്ത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന എന്താണെന്ന് അറിയാമോ? അത് വേറൊന്നുമല്ല കേട്ടോ, ആനകളെയാണ്. എതിർ സൈഡിൽ കാണുന്ന മലനിരയുടെ മുകളിൽ നിറയെ ആനകളായിരുന്നു. തിരികെയുള്ള യാത്രയിൽ സേതു ഡോക്ടറുടെ ബൈക്ക് ഒന്ന് പാളി. പക്ഷേ അവിടെയും രക്ഷകനായി എത്തിയത് നമ്മുടെ സായിയാണ്. കുറേ നാളായിട്ട് ആമിക്ക് കൊടുത്തൊരു വാക്കായിരുന്നു സിപ്പ് ലൈനിൽ കയറ്റാമെന്ന്. അത് ഇന്നങ്ങ് സാധിച്ചു കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ഇത്തരം സാഹസികതകളൊക്കെ ആമിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി ഞങ്ങൾക്ക് പോകേണ്ടത് ചാർലി സിനിമയിലൂടെ ഫേമസ് ആയ ചാർലിക്കുളം കാണാനാണ്. സാധാരണ വഴിയിലൂടെ എത്തിയാൽ ബൈക്കിൽ നമുക്ക് അവിടെ എത്താൻ കഴിയില്ല. പക്ഷെ അവിടുത്തെ ഒരു നാട്ടുകാരൻ ചേട്ടൻ നമ്മളെ സഹായിച്ചതുകൊണ്ട് ഒരു വഴി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അതിലൂടെ ഞങ്ങൾ ആ ചാർലിക്കുളത്തിൻ്റെ അടുത്തേക്ക് എത്തി. ആ ദൂരെ കാണുന്ന സ്കൂൾ കണ്ടോ? ഇവിടുത്തെ UP സ്കൂളാണ്. അതാണ് ആ സിനിമയിൽ വൃദ്ധസദനമായിട്ട് ചിത്രീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾ ബൈക്കിൽ തന്നെ ആ ചാർലിക്കുളത്തിൻ്റെ അടുത്തേക്ക് എത്തി. എന്നാൽ ബൈക്ക് അവിടെ അലോഡല്ല ശരിക്കും കേട്ടോ. സിനിമയിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ നേരിൽ കാണാനും അതിമനോഹരമാണ് ഈ സ്ഥലം. എല്ലാം നല്ല ഫ്രെയിമുകളാണ്. എവിടെ നിന്ന് ചിത്രീകരിച്ചാലും മനോഹരമായ കാഴ്ച തരുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ചാർലിക്കുളവും അതിൻ്റെ പരിസരവും. എറണാകുളത്തു നിന്ന് വന്ന കുറച്ച് കൂട്ടുകാരെ നമുക്ക് അവിടെ നിന്ന് കിട്ടി കേട്ടോ. നല്ല സ്നേഹമുള്ള ചെറുപ്പക്കാരാണ്. നമ്മളോട് കുശലമൊക്കെ അന്വേഷിച്ച് നല്ല കൂട്ടായിട്ടാണ് അവർ പോയത്. അവിടെ നിന്നും തിരികെ ഭക്ഷണം കഴിക്കാനായി വീണ്ടും കുട്ടിക്കാനത്തിന്. കുട്ടിക്കാനത്ത് വന്ന് ഓപ്പൺ കിച്ചണിൽ നിന്ന് ഫുഡും കഴിച്ച് തിരികെ പോകാനാണ് പ്ലാൻ.
ഫുഡ് ഓർഡർ ചെയ്യാനുള്ള ചുമതല ഡോക്ടർ സേതുവിനാണ്. മധുരൈ കരണ്ടി ഓംപ്ലേറ്റ് ആണ് ആദ്യം ഓർഡർ ചെയ്തത്. വളരെ വ്യത്യസ്തമായൊരു വിഭവം, നല്ല രുചികരമാണ് കേട്ടോ. ഭക്ഷണവും കഴിച്ച് നല്ലൊരു യാത്രയുടെ ഓർമ്മകളുമായി തിരികെ വീട്ടിലേക്ക്.